അപ്പോൾ ഒരു ക്ലോക്കിൻ്റെ രണ്ട് ചിത്രം തരും. ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം തരും. എന്നിട്ട് അത് ചോദിക്കും ആ ഒരു പർട്ടിക്കുലർ സമയത്ത് ടൈമിൽ നിങ്ങളുടെ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ആംഗിൾ എന്താണ്? സോ ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങളുടെ ഇക്വേഷനാണ് ആംഗിൾ ഈക്വൽസ് 60h മൈനസ് 11m. എച്ച് ഞാൻ നിങ്ങളുടെ ആ ഒരു സമയത്തുള്ള ഹവർ ആയിരിക്കും. എം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു മിനിറ്റ് ആണ്. എത്ര മിനിറ്റ്സ് ആയി? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചോദിക്കുകയാണ് 6:22 ആ ഒരു സമയത്ത് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എച്ചിൻ്റെ പകരം 6 കൊടുക്കണം, മിനിറ്റിന് പകരം 22 എന്ന് കൊടുക്കണം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ചുകൂടി നല്ലോണം മനസ്സിലാവും. സോ ആദ്യ ചോദ്യം, what angle is made by the minute and hour hand at 4:12? നമുക്ക് ആ ജസ്റ്റ് ഇക്വേഷൻ ഇടാം. അവർ ഹാൻഡിൽ 60h ആയിരുന്നു, എച്ചിൻ്റെ പകരം 4 ഇടാം. 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് 11m 12 ഇടാം. ഓക്കെ, ഡിവൈഡഡ് ബൈ 2. എന്നിട്ട് 60 into 4, 6 4 24 ആണ്. 240 മൈനസ് 11 into 12 എന്ന് വെച്ചാൽ എത്രയാണ്? 12 equals 132 divided by 2. So 240 minus 132, 10 minus 2, 8, 0, 108 divided by 2, which is 54. So our angle 54 ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. സെയിം ടൈപ്പ് ആണ്. What is the angle between the minute and hour hand at 9:53? സെയിം പ്രൊസീജിയർ തന്നെ. എച്ചിൻ്റെ പകരം 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, എമ്മിൻ്റെ പകരം 53 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഡിവൈഡഡ് ബൈ 2. 6 9s are 36, so 360 minus 11 into 53, which is 583. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ചെറിയ 360 minus 583 നെഗറ്റീവ് വാല്യൂ അല്ലേ? ഇതൊരു മോഡുലസിനുള്ളിലായിരിക്കും. സോ നെഗറ്റീവ് വാല്യൂ ഉണ്ടാവില്ല. ആൻഡ് എന്തായിരിക്കും ഇത് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 583 മൈനസ് 360 നടത്തോ കുഴപ്പമില്ല. ഇൻട്രസ്റ്റിംഗ് ചെയ്യാൻ, കാരണം മോഡുലസ് ആണ്. 223 divided by 2, which will give you divided by 2 is given as 11.5 degrees. Okay, so next ഒരു ചോദ്യം ഇതേ കോൺസെപ്റ്റ് ആണ്, പക്ഷെ ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് ആണ്. ചോദ്യം വായിച്ചു നോക്കാം. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 6 to 7 o'clock മിനിറ്റ് ആൻഡ് അവർ ഹാൻഡ് വിൽ കോയിൻസൈഡ്? സോ രണ്ട് കണ്ടീഷനാണ് ഇവിടെ വരുന്നത് ക്ലോക്സിൻ്റെ കേസിൽ, കോയിൻസൈഡ് ഓർ ഓപ്പോസിറ്റ്. കോയിൻസൈഡ് എന്നുള്ള കേസ് എന്ന് വെച്ചാൽ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഒരുമിച്ച് ഒരേ ലൈനിലേക്ക് കോയിൻസൈഡ് വയ്ക്കുക. അവർ ജസ്റ്റ് എ സിംഗിൾ ലൈൻ ഫോം ചെയ്യും, അവർ തട്ടിമുട്ടുമ്പോൾ. And at that moment angle will be 0. Angle formed by our hand and minute hand will be 0. Opposite എന്ന് വെച്ചാൽ still a straight line, but the hands are not touching each other. അവർ കൂട്ടിമുട്ടുന്നില്ല. Okay. And the angle so formed will be theta equal to 180 degree. So ഇതാണ് രണ്ട് കേസ്. നമുക്കിവിടെ ചോദിച്ചത് when at what time between 6 to 7 o'clock മിനിറ്റ് ആൻഡ് അവർ ഹാൻഡ്, ഈ 6 മണിയും 7 മണിയും അവൻ്റെ ഇടയിൽ എപ്പോഴാണ് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും കോയിൻസൈഡ് ചെയ്യുക എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് രണ്ട് ക്ലോക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എടുക്കാം, ഫോർ എക്സാമ്പിൾ 6 o'clock will look like this. 6 മണി ഇങ്ങനെ ഉണ്ടാവും. 7 o'clock ഏകദേശം ഇതുപോലെ ഉണ്ടാവും. അവർ ഹാൻഡ് ജസ്റ്റ് ഒരു 6 degrees അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടാവും.
ഇങ്ങനെ ഉണ്ടാവാം. സോ ഈ അവർ ഹാൻഡ് ഇങ്ങനെ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? അവർ ഹാൻഡ് ഇവിടുന്ന് ലൈക്ക് ഇത് 6 ആണ്, 6 7 പോകണമെങ്കിൽ നമ്മുടെ മിനിറ്റ് ഹാൻഡ് 360 ഡിഗ്രി ടേൺ അടിച്ചിട്ട് വേണം എന്താവാൻ, അവർ ഹാൻഡ് 6 7 പോകാൻ. എന്നാലേ ഒരു 1 hour കംപ്ലീറ്റ് ആവുള്ളൂ. 6 7 കൊണ്ട് 1 hour കംപ്ലീറ്റ് ആയെന്നാണ് അർത്ഥം അല്ലേ? അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ എപ്പോഴാണ് അവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡ് കോയിൻസൈഡ് ചെയ്യുന്നതാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം, ഈ മിനിറ്റ് ഹാൻഡ് ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ മിനിറ്റിലും അവർ ഹാൻഡും നീങ്ങുന്നുണ്ട്, വളരെ ചുരുങ്ങിയ രീതിയിൽ നീങ്ങുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അത് 7 അടുത്ത് എത്തുന്നില്ല. ജസ്റ്റ് 7 നിയർ ആവുന്നുണ്ടെങ്കിലും ജസ്റ്റ് ചെറിയ ഏകദേശം ഇവിടെ ഒക്കെ ഒരു എത്തുന്ന സമയത്തായിരിക്കും മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും കോയിൻസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 6 and 7 o'clock. ആ ടൈമിൽ നമുക്കറിയാം തീറ്റ 0 ആണ്, ബിക്കോസ് ഇറ്റ്സ് കോയിൻസൈഡിങ്. ആൻഡ് അവർ ഹാൻഡ് വിൽ ബി സ്റ്റിൽ 6. 7 ആവില്ല, എന്തായാലും 7 അല്ല. കാരണം 7 ആയാൽ പിന്നെ ഇറ്റ്സ് ന്യൂ ടൈം ആയിരുന്നു. എന്താ വെച്ചാൽ മിനിറ്റ് ഹാൻഡ് 360 ഡിഗ്രി കറങ്ങി എന്നല്ല അർത്ഥം. പക്ഷെ അല്ല, അവർ ഹാൻഡ് 6 ആണ്. കാരണം മിനിറ്റ് ഹാൻഡ് കറങ്ങിയിട്ട് ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. മിനിറ്റ് ഹാൻഡ് ഇവിടെ എത്തിയാൽ മാത്രമേ അത് 360 ഡിഗ്രി കംപ്ലീറ്റ് ആവും. അപ്പോഴാണ് അവർ 7 ആവുക. പക്ഷെ ഇപ്പോൾ അവർ 6 ആണ്. മിനിറ്റ് ആണ് നമുക്ക് ഒരു അൺനോൺ ക്വാണ്ടിറ്റി. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം, ഏത് ടൈം ആകുമ്പോഴാണ് അവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡ് കോയിൻസൈഡ് ചെയ്യുക. സോ നമുക്ക് തന്നുള്ള ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് മിനിറ്റ് ഹാൻഡ് കിട്ടും. സോ വി നോ ഇറ്റ്സ് തീറ്റ ഇസ് ഈക്വൽ ടു 60h minus 11m divided by 2. Theta will be 0. Sorry, theta is 0, we know because it's coinciding. 60h-ന്റെ പകരം 6 ഇടാം, മൈനസ് 11m. m is unknown quantity ആണ്. 2 ഇങ്ങോട്ട് പോയാൽ 0, 2 will multiply with 0, അത് പോയി. പിന്നെ ബാക്കിയുള്ളത് 60 into 6 minus 11m. 60 into 6 എന്ന് വെച്ചാൽ എത്രയാണ്? 6 6 36, 360 minus 11m. അപ്പൊ ഇക്വേഷൻ കാണാൻ 11m equal to 360 എന്നായി. m equal to 360 divided by 11. അപ്പൊ നിങ്ങൾ മിനിറ്റ് എത്രയാണ്? നിങ്ങൾ തന്ന ഓപ്ഷൻ ചിലപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്ഷൻസ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക, 3 11/8. അപ്പൊ അതിലൊക്കെ നിങ്ങൾ നോക്കണം ഏത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് നിങ്ങൾക്ക് 360/11 തരുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാൽ, ഇതാണ് നിങ്ങളുടെ ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 360/11 ഏതാ നോക്കുക. അപ്പോൾ നമുക്ക് സി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ, സി ഓപ്ഷൻ എങ്ങനെയാണ്? ഇത് 6 hour ആണ്. 32 into 8/11, ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ 32 8/11 നമുക്ക് എങ്ങനെ എഴുതാം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ 11 into 32 plus 8. ഇംപ്രോപ്പർ ടു പ്രോപ്പറിന്റെ ഇക്വേഷൻ ആണ് സി ഇൻറ്റു എ പ്ലസ് ബി ബൈ സി. അപ്പോൾ 11 into 32, 11 into 32, സോ ഇവിടെ 8 ഇല്ല കേട്ടോ, ഇവിടെ പ്ലസ് ആണ്. ഓക്കെ, പ്ലസ് 8 divided by 11. So 11 into 32 is 352 plus 8, which is 360 divided by 11. 360 divided by 11. Alright, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. At what time between 3 to 4 o'clock minute hand and hour hand are opposite to each other? So same kind of question, but ഇവിടെ എന്താണ് കേസ്? ഓപ്പോസിറ്റ് ആണ്. സോ തീറ്റ വിൽ ബി 180 ഡിഗ്രി. നമുക്ക് രണ്ട് ക്ലോക്ക് എടുക്കാം. ആൻഡ് 3 to 4 ആണ്. 3 to 4 എപ്പോഴാണ് ഓപ്പോസിറ്റ് ആവുന്നതാണ് ചോദിച്ചത്.
നമുക്കറിയാം 3 o'clock ഏകദേശം ഇങ്ങനെയാണ് കാണാൻ, 4 o'clock ഏകദേശം ഇങ്ങനെ. അപ്പോൾ 3 to 4 ആകുമ്പോൾ മിനിറ്റ് ഹാൻഡ് വിൽ ട്രാവൽ ലൈക്ക് ദിസ് ആൻഡ് ഇവൻച്വലി ഇവിടെ ഒരു എത്തുമ്പോഴാണ് അതൊരു ഓപ്പോസിറ്റ് ആവുക. സോ അഗെയിൻ നമുക്കറിയാം H4 ആയിരിക്കില്ല, H3 ആണ്. നമുക്ക് മിനിറ്റ് കണ്ടെടുക്കണം. തീറ്റ ഈസ് 180 ഡിഗ്രി. ഇത് നിങ്ങൾക്ക് ഹോംവർക്കാണ്, നിങ്ങൾക്കത് കണ്ടുപിടിക്കുക. ജസ്റ്റ് ചെയ്ത് നോക്കാം.